കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കാതെ പോയ ആവശ്യങ്ങൾ സംസ്ഥാന ബജറ്റിൽ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയം. വർഷങ്ങളായി ആവർത്തിച്ചിട്ടും ഫലം കാണാത്ത കാര്യങ്ങൾക്ക് ഈ വർഷമെങ്കിലും പരിഗണന ലഭിക്കുമെന്ന് മലയോര ജനത ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ കോട്ടയത്തിന്റെ ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും കനത്ത നിരാശയായിരുന്നു ഫലം. ഫെബ്രുവരി 7 നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ അതേ ആവശ്യങ്ങൾക്ക് പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയം. നാളുകളായി പരിഹാരം കാണാതെ കിടക്കുന്ന ഒരുപിടി ആവശ്യങ്ങളും പ്രശ്നങ്ങളുമാണ് കോട്ടയത്തിന് സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ളത്. തുടർച്ചയായ വിലയിടിവിൽ കൂപ്പുകുത്തി നിൽക്കുന്ന റബ്ബർ മേഖലയുടെ പുനരുജ്ജീവനം സംസ്ഥാന ബജറ്റിലെ കോട്ടയത്തിൻ്റെ മുഖ്യ പ്രതീക്ഷകളിലൊന്നാണ്. അടിസ്ഥാന വില 250 ഉയർത്തുക, വിലസ്ഥിരത ഉറപ്പുവരുത്തുക, കർഷകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ മുമ്പ് മുതൽ തന്നെ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഈ ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ പരിഗണന ബജറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കോട്ടയത്തെ റബ്ബർ കർഷകർ പ്രതീക്ഷിക്കുന്നത്. ശബരി റെയിൽ പദ്ധതി കഴിഞ്ഞ 25 വർഷങ്ങളായി കടലാസിൽ ഉറങ്ങുന്ന പദ്ധതിയാണത്. കുറ്റിയിടിയിലിനപ്പുറം ഒരു നടപടിയും പദ്ധതിയുടെ പുനരുജ്ജീവനത്തിനായി ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാർ തലത്തിൽ ചില നടപടികൾ ആരംഭിക്കുന്നുവെന്ന വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്ഥലമേറ്റെടുപ്പ് നടപടി അടക്കം പൂർത്തിയാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ശബരി റെയിലിൻ്റെ ചുവപ്പ് നാട അഴിക്കാനുള്ള പ്രഖ്യാപനങ്ങളും സഹായങ്ങളും ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനം ഉടൻ സർക്കാർ പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ്. പദ്ധതിക്കായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ധനസഹായവും സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കോട്ടയത്തിൻ്റെ പ്രതീക്ഷ. അപ്പർ കുട്ടനാടൻ കർഷകരാണ് ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിഭാഗം ജനത. കാലാവസ്ഥാ പ്രശ്നങ്ങൾക്കൊപ്പം വില സ്ഥിരതയില്ലായ്മയും നാളുകളായി കർഷകരെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പ്രഖ്യാപനങ്ങളായി പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ. മധ്യ തിരുവിതാംകൂറിലെ മലയോര ജനതയുടെ ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും സർക്കാർ കൈത്താങ്ങാവുമോ കൈയൊഴിയുമോ എന്ന് കണ്ടറിയണം. എന്തായാലും കോട്ടയത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഈ വർഷം പുതുതായി ഉണ്ടായവയല്ല. വർഷങ്ങളായി ഇതേ ആവശ്യങ്ങൾ കോട്ടയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവയാണ്. എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.